ആ ആ അയ്യോ, സമയമില്ല. ഉണ്ണിക്ക് സമയമില്ല, എനിക്കുമില്ല. അതിപ്പം എന്നോട് പറയണ്ടേ? ഞാൻ പറഞ്ഞിട്ട് ഉണ്ണിയടുത്ത് പറയും. അതിപ്പോൾ നിങ്ങൾ ആദ്യം കഥ പറഞ്ഞ് എന്നെ മനസ്സിലാക്കണം. എനിക്ക് കിട്ടുന്നില്ല, സ്റ്റോറി കിട്ടുന്നില്ല, അതുകൊണ്ട് നടക്കത്തില്ല. പിന്നെ നിങ്ങൾ പോയിട്ടേ മാർക്കോയ്ക്ക് മോള് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? വല്ല കടിച്ചു പറിക്കുന്നതോ, ചെവി എടുത്തെടുക്കുന്നതോ, കാല് വെട്ടിപ്പറിക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാ. ഓക്കെ. ഹലോ, വലിയ ഒന്നൂടെ. എടാ, നമ്മുടെ ചെറുക്കിന് പുതിയ പ്രോജക്റ്റ് ഒന്നും വരുന്നില്ല. ആർക്ക്? എടാ, ഉണ്ണിക്കുട്ടന്. അപ്പം അവൻ്റെ പേര് ലൈവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യും. ഏതെങ്കിലും നടിമാരുടെ കൂടെ എന്തെങ്കിലും ഗോസിപ്പൊക്കെ അടിച്ചു വീട്. ചെറുക്കൻ ലൈവായിട്ട് നിൽക്കട്ടാ. മറുനാടാ എന്നോടാ. പിന്നെ ഉണ്ണിയുടെ അടുത്ത 6-7 സിനിമയും പൊട്ടും. പിന്നെ ആ ടൊവിനായിട്ട് അടിച്ച് പിരിഞ്ഞു. പിന്നെ അടുത്ത ആഴ്ച കുഞ്ചാക്കോനോട്ടൊരു അടിയുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ടാവും. സാർ, എന്തുവാടാ? കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ സ്ക്രിപ്റ്റും കൊണ്ട് നടക്കുകയാണ്. ഇന്നെങ്കിലും ഒന്ന് കേൾക്കണം. 10 കൊല്ലോ? നീ പോയിട്ട് 6-7 വർഷം കഴിഞ്ഞിട്ട് വാടാ. അല്ല സാർ പറഞ്ഞതുപോലെ കഥയിൽ മാറ്റം വരുത്തുന്നുണ്ട്. വില്ലന്റെ 2 ചെവി കടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ കൈ പിടിച്ച് പറിക്കുന്നുണ്ട്. അവസാനം ഉണ്ണിയേട്ടൻ 2 ആൽമരം പിഴുതു പറിക്കുന്നുണ്ട്. ആൽമരം ഒന്നും ശരിയാകത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഉണ്ണിയേട്ടൻ ഒരു ദിനാവസറിനെ മെരുക്കിയെടുത്ത് അമ്പലത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. ഹലോ എടേ, ഉണ്ണിയേട്ട അടുത്ത 10 വർഷത്തേക്ക് സിനിമയൊന്നും ചെയ്യുന്നില്ല. നീ വെച്ചിട്ട് പോടി. എടാ, നിനക്ക് ചാടിച്ചാവണമെങ്കിൽ വേറെ വണ്ടി വല്ലതും നോക്കിക്കൂടെ? ഒന്നാമത് മനുഷ്യൻ 100 കൂട്ടം പ്രശ്നങ്ങളുടെ ഇടയില്ല. ഇതൊന്നും കേട്ടിട്ട് അതൊക്കെ അവനോട് പറ. ഉണ്ണിയേട്ട കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റും കൊണ്ട് എങ്ങനെ പുറം നടക്കുന്നു. വെട്ടി അവസാനം ഇപ്പൊ ദിനോസറൊക്കെ വേണമെന്നാ പറഞ്ഞത്. ഞാൻ ഇവിടെ തൊപ്പിക്കുന്ന ദിനോസറിനെയൊക്കെ. ദിനോസറോ? അവന്റെ മാനേജർ പണി ഇന്നത്തോടെ ഞാൻ നിർത്തുന്നുണ്ട്. ഉമ്മാതല്ല എനിക്ക് പടമൊന്നും കിട്ടാത്ത. ഹലോ എടേ, നീ ഈ സിനിമ എടുത്ത ടൊവിനിയൊക്കെ അങ്ങ് കൊടുക്കും. അവൻ്റെ ഡേറ്റ് ഒന്നും ഇല്ല എൻ്റെ 5-6 വർഷത്തേക്ക്. ഉണ്ണിയേട്ടല്ല, ഉണ്ണി പൊട്ടൻ. പൊട്ടൻ നിന്റെ തന്ത. അയ്യപ്പ അല്ല, അകത്ത് പുറത്തല്ല മാർക്കുക. അടിച്ചിളക്കി കളഞ്ഞില്ല. അളപ്പല്ലേ.